ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതും നിങ്ങളെല്ലാവരും കണ്ടു കാണും. ശങ്കര എന്ന് തുടങ്ങുന്ന വളരെയധികം വ്യൂ കിട്ടിയ ഒരു നൃത്തമായിരുന്നു. പിന്നെ അമ്മേ അമ്മേ എന്ന് തുടങ്ങുന്ന നൃത്തവും. പക്ഷേ മഴ പുറത്ത് നല്ലോണം തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ കണ്ണെഴുതുമ്പോൾ എന്താ ഇങ്ങനെ പിടിക്കുന്നതെന്ന് എനിക്കൊരു സംശയമാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷൂട്ടിന് നമ്മുടെ സിദ്ധിമോളും നമ്മുടെ ശ്രീലക്ഷ്മി മോളും എത്തിയായിരുന്നു. ഇപ്രാവശ്യം എല്ലാവർക്കും ഞാൻ വെള്ള വസ്ത്രവും രുദ്രാക്ഷവും ഒക്കെ കൊടുത്ത് മുനികന്യകമാരെ കണക്ക് ഇറക്കി. പക്ഷേ വേറെ ചില ഒരു രൗദ്ര ലുക്കൊക്കെ എനിക്ക് പിന്നീട് ഫീൽ ചെയ്തു. ചേച്ചി എന്തൊക്കെ വന്നാലും ഇത് ശങ്കര എടുത്തേ പറ്റൂ. മഴയത്ത് വേണമെങ്കിൽ കളിക്കാല്ലേ? ശരിയാണോ? നിന്റെ ഇതെന്താ ഇങ്ങനെ ഒത്തേക്കുന്ന? അവസാനം എങ്ങനെയും ഒരല്പം മഴ കുറഞ്ഞ സമയത്ത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ തുടച്ചും ഒക്കെ തറ ക്ലീൻ ചെയ്തു. പക്ഷേ അതിലൊന്നും തന്നെ തറ നല്ല ഓക്കെ ആയില്ല. വളരെ കഠിനമായ സ്റ്റെപ്സാണ് നമ്മൾ ഈ നൃത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇങ്ങനെ ട്രെയിൻ ഓടിക്കുന്ന പോലെ ചുക്കു 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 പാടി എല്ലാവരും തുണിയും ഒക്കെ വെച്ച് തറ നല്ല രീതിക്ക് തുടച്ചു. എന്നിട്ടും ഓക്കെ ആയില്ല. പിന്നെ ഞാൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വാക്യൂം ക്ലീനർ കൊണ്ടുവന്ന് അത് നല്ല രീതിക്ക് പുറത്തേക്ക് കാറ്റ് നല്ല ഫോഴ്സിന് ഇങ്ങനെ അടിച്ച് വന്നപ്പോഴത്തേക്കും തറയെല്ലാം നല്ല രീതിക്ക് ഉണങ്ങി കിട്ടി. നൃത്തവും സ്റ്റാർട്ട് ചെയ്തു. സന്ധ്യ ആയപ്പോൾ ഷടപടേ എന്ന് പറഞ്ഞ് എല്ലാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി അങ്ങോട്ട് ഓൺലൈൻ ക്ലാസ്സാണ്. കുറച്ച് പേർ അതേ നൃത്തത്തിൻ്റെ ഡ്രസ്സിൽ തന്നെ ക്ലാസ് എടുക്കാൻ തയ്യാറായി വന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ ജോലികളും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ എനിക്കും എൻ്റെ മക്കൾക്കും ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു. ലാസ്റ്റ് ഷൂട്ട് തീർക്കുവാൻ ഞാൻ നല്ലൊരു ഷോട്ട് നോക്കി ചെന്നപ്പോൾ കണ്ടത് നമ്മുടെ അനാമിക മോൾ ഒരു യക്ഷിയെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് കൂട്ടുകാരെ.